പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും പഠനത്തെ, വളർച്ചയെ, ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ആത്മാവിൻ്റെ ശക്തിയാൽ ജ്വലിപ്പിച്ച് പുതിയ അഭിഷേകത്തിൽ നിറച്ചനുഗ്രഹിക്കണമേ. അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ ശക്തി, കുരിശുമരണ ശക്തി പ്രകടമാക്കി ജീവന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ മക്കള് നാളെ പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നലെ ഇവിടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ധ്യാനം അവസാനിച്ചു. ഈ ഒരു നീണ്ട കാലഘട്ടത്തിൻ്റെ നിരന്തരമായ ധ്യാനങ്ങൾ, താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ ചെറിയൊരു ശമനം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത ധ്യാനം ജൂൺ മാസം 19 മുതൽ 21 വരെയാണ്. അതിനു മുമ്പ് ആദ്യവിളി കൺവെൻഷനുണ്ട് തൃശ്ശൂര്, ഇവിടെ രണ്ടാശ്ശേരി കൺവെൻഷനുണ്ട്, പിന്നെ നമ്മുടെ അനുദിന മീഡിയ മിനിസ്ട്രി പ്രാർത്ഥന. പ്രിയ മക്കളെ, ഇന്നലെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ പെൺകുട്ടികളായിരുന്നു അപ്പം സിസ്റ്റേഴ്സൊക്കെ ഒന്ന് പറയായിരുന്നു നമ്മുടെ മക്കളുടെ അവസ്ഥയെക്കുറിച്ച്. നമ്മുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. ഇന്നലെ കഴിഞ്ഞ ധ്യാനം ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച് 10ാം ക്ലാസ് ആരംഭിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ ഒരു വലിയൊരു കാര്യം, നമ്മുടെ മക്കൾക്ക് ആത്മീയ കാര്യങ്ങളോട് വലിയ താല്പര്യമില്ലാത്തൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയൊരു കാര്യം, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള മക്കൾ, കർത്താവ് കൂടെയുള്ള മക്കള്, നമ്മുടെ മക്കള് അങ്ങനെയാകണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിന്റെ 66-ാമത്തെ വചനത്തിലും 80-ാമത്തെ വചനത്തിലും ഒരു കുഞ്ഞ് എങ്ങനെ വളരണം എന്നതിനെ കുറിച്ച് അതിശക്തമായ ഒരു വെളിപ്പെടുത്തലുണ്ട്. അത് സ്നാപക യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആദ്യത്തെ ഭാഗത്തില് 66-ാമത്തെ വചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ശിശു ആരായിത്തീരും എന്ന് അവർ ചിന്തിച്ചു. പറയാണ്, കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ പേരിടുന്ന കാര്യമൊക്കെ സംസാരിച്ച് സക്രിയ എന്ന് പേരിടണം എന്ന് ബന്ധുക്കളും ചാർച്ചക്കാരും പറഞ്ഞപ്പോ എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ എന്ന് പേരിടണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഊമനായിപ്പോയ, സംസാര ശക്തി നഷ്ടപ്പെട്ട സക്രിയായോട് ചോദിക്കുകയും സക്രിയ എഴുത്തുപലക വരുത്തി എഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. ദൈവത്തിന്റെ വചനം പൂർത്തീകരിച്ച ഒരു അപ്പനും അമ്മയും, ആ അപ്പന്റെയും അമ്മയുടെയും മകൻ സ്നാപക യോഹന്നാൻ. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മക്കളുടെ കൂടെ കർത്താവ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കുടുംബത്തില് അപ്പനും അമ്മയും കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കണം, ക്രമപ്പെടുത്തണം ജീവിതത്തിൽ. ഈ ഒരു അവസ്ഥ ഇന്ന് പല കുടുംബങ്ങളിലും ഇല്ല. അമ്മമാര് പ്രാർത്ഥിക്കും, അപ്പന് പ്രാർത്ഥനയില്ല, മദ്യപാനം, കൂതാശയില്ല, അങ്ങനെയൊക്കെ അവസ്ഥ. അത് നമ്മുടെ മക്കൾക്ക് കർത്താവിന്റെ കരം ആ നഷ്ടപ്പെട്ടു പോകാൻ ഒരു അവസ്ഥയായിട്ട് മാറിയേക്കാമെന്നല്ല, മാറും. ഒത്തിരിയേറെ അനുഭവങ്ങൾ മക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് അമ്മമാര് പറയും, അപ്പം പള്ളിയില്ല, കൂതാശയില്ല,
മക്കളെ, ഇവിടെ ഈ അപ്പനും അമ്മയും ദൈവം പറഞ്ഞ വചനമനുസരിച്ച് ചെയ്തു. അങ്ങനെ അവന് പേരിട്ടു. ആ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ശിശു ആരായിത്തീരും എന്ന് അവർ നാട്ടുകാർ ചിന്തിച്ചു തുടങ്ങി എന്ന് പറയാണ്. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പ്രവചന ഗീതം സക്രിയ എല്ലാം പാടിക്കഴിഞ്ഞപ്പോ വായിക്കുന്നുണ്ട്. 80-ാമത്തെ വചനം 80-ാമത്തെ വചനം പറയാ, ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശിശു വളർന്നു എങ്ങനെ? ആത്മാവിൽ ശക്തി പ്രാപിച്ചു. ഈ ഒരു വളർച്ചയാണ് വേണ്ടത്. കർത്താവിന്റെ കരം അവന്റെ കൂടെ, അവൻ ആത്മാവിൽ ശക്തി പ്രാപിച്ചു. ഞാൻ ഈ മക്കളോട് പറഞ്ഞു, മക്കളെ, നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ മറ്റുള്ള അക്രൈസ്തവരെ പോലെയല്ല, മറ്റു മതവിഭാഗത്തിൽപ്പെട്ട മക്കളെ പോലെയല്ല. കൂദാശ സ്വീകരിച്ച മക്കള്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മക്കള്, വിശുദ്ധ കുർബാന സ്വീകരിച്ച മക്കള്, ഈശോ കൂടെയുള്ള മക്കള്, സ്വർഗത്തിന്റെ സഹായം പൗരത്വമുള്ള മക്കള്, പിതാവായ ദൈവം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ മക്കള്, ദൈവം കൂടെയുള്ള മക്കള് വ്യത്യസ്തരാ. അതുപോലെ ജീവിക്കണം. തായ്തണ്ടിനോട് ശാഖയെന്ന പോലെ നമ്മുടെ മക്കള് ഈശോയോട് ചേർന്ന് നിന്ന് വളരണം. ഞാൻ ഈ മക്കളോടൊക്കെ പറഞ്ഞ കാര്യം, ഈ ബന്ധം ആഴപ്പെടുത്ത്, വളരെ കൂട്ടി കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് സഹായം ചോദിച്ചു വാങ്ങിച്ച് എന്റെ മക്കളെ പഠിക്കണം. ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അച്ഛന്മാരും സിസ്റ്റേഴ്സും കാറ്റഗിസത്തിലും ഈ ഒരു ബന്ധത്തിന് ഊന്നൽ കൊടുത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉദാശ ജീവിതം, വിശുദ്ധ കുർബാന, അതിനുവേണ്ടി കുമ്പസാരം, ഒരുക്കം, ആരാധന മധ്യേ പോയിരുന്ന് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം മക്കൾ. അങ്ങനെ ഒരു ബന്ധം, കർത്താവിന്റെ കരം ആ മകന്റെ കൂടെ, ആ മകളുടെ കൂടെ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാമോദീസായോട് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആത്മാവിൽ ശക്തി പ്രാപിച്ചു. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞില്ലേ, 2 തിമോത്തി 1:6, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ജ്വലിപ്പിക്കണം. നമ്മുടെ മക്കള് ആത്മാവിൽ ശക്തി പ്രാപിച്ച് വളരണം. അതിനും ഈ പരിശുദ്ധാത്മ ബന്ധം, ഈ ഒരു ബന്ധം ഇന്ന് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് ലോകാരൂപി അതിശക്തമായിട്ട് കീഴ്പ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ മക്കള് ഇതുപോലെ പഠിക്കണം. ഏതുപോലെ? കർത്താവിന്റെ കരം കൂടെ, ആത്മാവിൽ ശക്തി പ്രാപിച്ച് നമ്മുടെ മക്കൾ പഠിക്കണം. അതിനുവേണ്ട ഒരു ബന്ധം അവർക്ക് വിശുദ്ധ കുർബാനയോടും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോടും കൂടെ നിൽക്കുന്ന സ്വർഗത്തിന്റെ സ്വാഭാവികമായ സാന്നിധ്യം, അതിസ്വാഭാവികമായ കൃപകൾ, ഇതെല്ലാം നമുക്കുണ്ട്. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തണം. വേറൊരു കാര്യം ഞാൻ മക്കളോടൊക്കെ പറഞ്ഞു, മക്കളെ പറഞ്ഞൊരു കാര്യമുണ്ട്, വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്. 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന മക്കളുണ്ട്. പിന്നെ ഓരോ ക്ലാസ്സിലേക്ക് പ്രവേശിച്ച് അധ്യയന വർഷം ആരംഭിക്കുക. നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് പല വിധത്തില്, പല രൂപത്തില്, കൂട്ടുകാരിലൂടെ, മയക്കുമരുന്നിലൂടെ, സിനിമകളിലൂടെ, മീഡിയയിലൂടെ, ഗെയിമുകളിലൂടെ, പിന്നെ കൂട്ടുകാരി, ഭയങ്കര ഫ്രണ്ട്സ് അവർക്ക് ഇവിടെ വന്നപ്പോ പിള്ളേർക്കൊക്കെ ഫ്രണ്ട്സാ, കൂട്ടിക്കൂടി ഇങ്ങനെ നടക്കുന്നു, ഭയങ്കര സ്നേഹം. ഈ ഫ്രണ്ട്സാണ് ഏറ്റവും വലിയ നാശം. അതിലൊന്നും പെടാതെ നമ്മുടെ മക്കള് ഈ പ്രലോഭനത്തിൽ പെടാതെ ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷപ്രാപിച്ച് ഈ ദുഷ്ടൻ പിശാചി ഇങ്ങനെ നടക്കുമ്പോ വീഴാതിരിക്കണമെങ്കിൽ ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടാകണം. കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ വേണം. നിങ്ങൾ ആത്മാവിൽ ശക്തി പ്രാപിക്കണം. ആത്മാവിൽ ശക്തി പ്രാപിച്ചാൽ മറ്റൊരു ശക്തിയും കയറി വരില്ല. ഇതൊരു ഭയങ്കര അടിസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മക്കൾക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളുടെ കൂടെ കർത്താവിന്റെ കരം വേണം. ആത്മാവിൽ മക്കൾ ശക്തി പ്രാപിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മക്കളെ, അന്ധകാരം എപ്പോഴാണ് കയറുന്നത്? പ്രകാശം എപ്പോൾ കുറയുന്നുവോ അപ്പോഴാ പ്രകാശം കയറുള്ളൂ.
പ്രകാശം എപ്പോൾ കുറയുന്നുവോ അപ്പോൾ മാത്രമാണ് അന്ധകാരത്തിന് പ്രവേശനമുള്ളൂ. പ്രകാശം നിറഞ്ഞു നിന്ന അന്ധകാരം എത്ര തലകുത്തി മറിഞ്ഞാലും കയറാൻ പറ്റില്ല. കർത്താവിന്റെ കരം കൂടെ ഉണ്ടോ, ആത്മാവിൽ ശക്തി പ്രാപിച്ചാണോ വളരുന്നത്, നമ്മുടെ മക്കളിലേക്ക് ഒരു തിന്മയും ഒരു പാപവും ഒരു പ്രലോഭനവും ഒരു അന്ധകാരവും ഒരു ആത്മാവും കയറില്ല. ആഭിചാരി മേൽക്കത്ത് ഇന്ന് ആഭിചാരവും വശീകരണ യന്ത്രങ്ങളും നശിപ്പിക്കാനുള്ള പ്രലോഭനങ്ങളും കൂട്ടുകാർ കഴിഞ്ഞ ദിവസം ധ്യാനത്തിൽ വന്ന പിള്ളേര് പറഞ്ഞാൽ ഇവിടെ ഒരു ദിവസം പങ്കുവെച്ചായിരുന്നു. അവർ പറയാ മറ്റു മതത്തിൽപ്പെട്ട ചില കുട്ടികൾ ഈ മക്കളെ വീഴ്ത്താൻ വേണ്ടി മയക്കുമരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും. ആത്മാവിൽ ശക്തി പ്രാപിച്ച മകൻ അറിയാം, മകൾക്കറിയാം, നോ, കർത്താവിന്റെ കരം കൂടെയുള്ള മക്കള് ചെറുത്തു നിൽക്കും, വീഴത്തില്ല. അതുകൊണ്ട് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അവിടെ സക്രിയായെ പോലെ എലിസബത്തിനെ പോലെ ദൈവത്തിന്റെ വചനം എന്താണോ പറയണേ അതുപോലെ ചെയ്യാം. എന്നിട്ട് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം കൂടെ ഉണ്ടാവും. ആത്മാവിൽ ശക്തി പ്രാപിച്ച് നമ്മുടെ മക്കൾ വളരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അധ്യയന വർഷത്തിന് വേണ്ട എല്ലാ കൃപയും എല്ലാ അഭിഷേകവും എല്ലാ സ്വർഗത്തിന് സഹായവും അതിസ്വാഭാവികമായ കൃപകളും ശക്തമായ സംരക്ഷണവും നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് അല്പസമയം ദിവ്യകാല സന്നദ്ധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്, സാബത്ത് ദിവസമാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊരുക്കാം. ആരാധനയ്ക്കിരിക്കാൻ പറ്റുന്ന മക്കള് ആ ദേവാലയത്തിൽ ഇരുന്ന് ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജപമാലകള്, കരുണക്കൊന്ത, നമ്മുടെ നിയോഗങ്ങളൊക്കെ മക്കളുടെ പുതിയ അധ്യയന വർഷത്തില് നമ്മുടെ മക്കൾ കർത്താവിന്റെ കരം കൂടെയുള്ള ആത്മാവിനെ ശക്തി പ്രാപിച്ച വലിയ അഭിഷേകത്തില് ആരംഭിക്കാനും പഠിക്കാനും കൃപയ്ക്ക് മേൽ കൃപയില് ആത്മാവിൽ ശക്തി പ്രാപിച്ച് ഈ വർഷം പൂർത്തിയാക്കാനും ഇടയാകട്ടെ. നമ്മളെല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കാം. 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച മക്കള്, +1 +2ലേക്ക് പ്രവേശിച്ച മക്കള്, മറ്റു ഡിഗ്രി കോഴ്സുകൾ, ആദ്യമായിട്ട് 1ാം ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥിയിലേക്ക് പോകുന്ന മക്കള്, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മിക്കവാറും അനുഭവത്തിൽ നിന്ന് പറയാണ്, സ്കൂളുകളും കോളേജുകളും നമ്മുടെ മക്കളെ ഒത്തിരി നശിപ്പിക്കുന്ന ഇടങ്ങളാണ്, കറപ്റ്റഡ് ആക്കുന്ന ഇടങ്ങളാണ്. അവിടെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, കറപ്റ്റഡ് ആവാതിരിക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ കൂടെ വേണം, ജീവിതത്തിൽ വേണം. കർത്താവിന്റെ കരം കൂടെ ഉണ്ടാകണം, ആത്മാവിൽ ശക്തി പ്രാപിച്ച് മക്കൾ വളരണം. ഒരടിസ്ഥാനത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ആരും നശിക്കില്ല, ഒരു തിന്മയ്ക്കും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, ലോക പാപ പിശാച് തൊടില്ല, ദുഷ്ടഘോര ശത്രു കാണില്ല. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ, ഇതില്ലാണ്ട് നമ്മുടെ മക്കളെ പറഞ്ഞു വിട്ടാൽ നമ്മുടെ മക്കൾ കറപ്റ്റഡ് ആവും, നശിച്ചു പോകും, പഠിക്കാൻ പറ്റില്ല, സാത്താന്റെ കെണിപ്പെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്കായി. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് നാളെ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും പ്രത്യേകമാവിധത്തിൽ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കള് പഠിക്കേണ്ടത്, ജീവിക്കേണ്ടത്, വളരേണ്ടത് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു 2 കാര്യങ്ങളിലാണ്. ഒന്ന്, അങ്ങയുടെ കരം ഞങ്ങളുടെ മക്കളുടെ കൂടെ വേണം. അങ്ങയുടെ കരബലം ഞങ്ങളുടെ മക്കളിൽ പ്രകടമാക്കണം. അതിനുവേണ്ടി കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ വേണം. പ്രാർത്ഥിക്കും മക്കളെ ഈശോയോട്. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങ് വേണം. വീണ്ടും കർത്താവേ, ഞങ്ങളുടെ മക്കൾ ആത്മാവിൽ ശക്തി പ്രാപിക്കണം. സ്നാപക യോഹന്നാനെ പോലെ ആത്മാവിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളുടെ മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ മാത്രം ഞങ്ങളുടെ മക്കൾ നയിക്കപ്പെടണം. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷ, പഠനം എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് പറഞ്ഞില്ലേ യോഹന്നാൻ 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്
എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കുമെന്ന്. ഈ അധ്യയന വർഷത്തിലേക്ക് ഞങ്ങളുടെ മക്കൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളുടെ മക്കളിൽ പൂർത്തിയാക്കപ്പെടാൻ വേണ്ടി ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവെ അനുസ്മരിപ്പിക്കണമേ. വലിയ ദാഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തെക്കുറിച്ചുള്ള ഭയം, സങ്കടങ്ങൾ, നിരാശകൾ, ഉത്കണ്ഠകൾ എല്ലാം അങ്ങ് തന്നെ എടുത്തു മാറ്റണമേ. അങ്ങ് മക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം, അങ്ങയുടെ കരബലം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, അങ്ങുണ്ടെന്നുള്ള സത്യം ഞങ്ങളുടെ മക്കൾ അനുഭവിക്കത്തക്ക വിധം പൊന്നു കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ കൂടെ അങ്ങ് വേണം. മറ്റൊരാത്മാവും ഞങ്ങളുടെ മക്കളെ നയിക്കാനോ നിയന്ത്രിക്കാനോ ഇടയാകാതിരിക്കട്ടെ. ഒരു കെണിയിലും ചെന്നുപെടാതിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഒരു ശത്രുവിനും, ഒരു ആഭിചാരത്തിനും, ഒരു മന്ത്രവാദത്തിനും, ഒരു തിന്മയ്ക്കും, ഒരു ദുശീലത്തിനും, ഒരു അശുദ്ധിക്കും ഞങ്ങളുടെ മക്കളെ തൊടാൻ പറ്റില്ല. ലോക പാപ പിശാച് തൊടില്ല. ദുഷ്ടഘോര ശത്രു കാണത്തില്ല. അങ്ങയുടെ കരം കൊണ്ട് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. അവർക്ക് പഠിക്കാൻ വേണ്ട മനസ്സ്, കൃപ, കഴിവ്, ഓർമ്മശക്തി, ബുദ്ധിശക്തി എല്ലാം നൽകണം. നല്ല അധ്യാപകരെ നൽകണം. കർത്താവെ, അവർക്ക് വേണ്ട സംരക്ഷണം അങ്ങ് കൊടുക്കണം. നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകട്ടെ. മോശം കൂട്ടുകെട്ട് കണ്ട് മനസ്സിലാക്കി അതിലേക്ക് ചെന്ന് പെടാതിരിക്കട്ടെ. യുവസഹജമായ മോഹത്തിൽ നിന്ന് ഞങ്ങളുടെ യുവമക്കൾ ഓടിയകലട്ടെ. പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് പ്രവേശിച്ച് നാളെ മുതൽ പോകാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, സ്കൂളുകൾ പലപ്പോഴും നശിപ്പിക്കുന്ന ഇടങ്ങളായി മാറാറുണ്ട്. ഞങ്ങളുടെ മക്കളെ കൂട്ടുകെട്ട്, അന്തരീക്ഷം, പല പ്രലോഭനങ്ങൾ, പല കാര്യങ്ങൾ, അതിലൊന്നും പെടാതെ ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് കാത്ത് സംരക്ഷിക്കണം. ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഈ അധ്യയന വർഷത്തിൽ നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് ആരംഭിക്കട്ടെ. ആത്മാവിൽ ശക്തിപ്പെട്ട് കൃപയ്ക്കുമേൽ കൃപയിൽ അവർ പഠിച്ച് പരീക്ഷകളൊക്കെ എഴുതട്ടെ, വിജയം വരിക്കട്ടെ. കർത്താവിൻ്റെ കരം ഈശോയെ ഞങ്ങളുടെ മക്കളുടെ കൂടെ വേണം. ഈശോയെ, ആത്മാവിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളുടെ മക്കൾ വളരണം. ഈ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ഭയം, ഉത്കണ്ഠകളൊക്കെ അതിനാൽ തന്നെ മാറിപ്പോകട്ടെ. രോഗികളായ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. പഠനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിലേക്ക് അഭിഷേകത്തോടെ കർത്താവിന്റെ കരം പിടിച്ച്, കർത്താവിന്റെ കരംബലം അനുഭവിച്ച് സാന്നിധ്യത്തില് ആത്മാവിന്റെ ശക്തിയിൽ ആരംഭിക്കാനും മുന്നേറുവാനും അങ്ങനെ വിജയം കൈവരിക്കുവാനും നമ്മുടെ മക്കൾക്കിടയാകാനായിട്ട് കർത്താവിന്റെ അനുഗ്രഹവും ആശീർവാദവും പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഈ ആശീർവാദം സ്വീകരിച്ച് കർത്താവിന്റെ സാന്നിധ്യവും ആത്മാവിന്റെ ശക്തിയും എന്നും നിറയപ്പെട്ടു നിൽക്കാൻ ആഗ്രഹിച്ച് ദാഹത്തോടെ പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും, എല്ലാ കൃപകളും, എല്ലാ ശക്തിയും സംരക്ഷണവും നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ ഈ അധ്യയന വർഷത്തിൽ അങ്ങ് ആനയിക്കണമേ, അങ്ങ് തന്നെ നയിക്കണമേ. ആത്മാവിൽ ശക്തിപ്പെട്ട് ഞങ്ങളുടെ മക്കളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ആശീർവാദവും അനുഗ്രഹവും മക്കൾക്ക് വേണ്ടി
ചോദിച്ചു വാങ്ങിച്ച മക്കളെ, നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ച ഈശോയെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥവും യൗസപിതാവിൻ്റെയും ഉണ്ണീശോയുടെയും വലിയ സാന്നിധ്യവും തിരുക്കുടുംബത്തിൻ്റെ വലിയ സംരക്ഷണവും ഞങ്ങളുടെ മക്കൾക്ക് ഈ അധ്യയന വർഷം മുഴുവനും ഉണ്ടാകട്ടെ. സ്വർഗത്തിൻ്റെ സഹായം, സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. സ്വർഗീയ സംരക്ഷണത്തിൽ ഞങ്ങളുടെ മക്കൾ ഈ അധ്യയന വർഷം ആരംഭിക്കട്ടെ. നന്ദിയോടെ അതിനായി ഞങ്ങളുടെ മക്കളെല്ലാവരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ചേർത്ത് പിടിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോയെ